അപ്പോൾ എല്ലാവർക്കും ജൂൺ 5. അപ്പോൾ എല്ലാവരും ചെടി വെച്ചെന്ന് വിചാരിക്കണോ? അപ്പോൾ ഞങ്ങൾ ചെടി വയ്ക്കാൻ പോവുകയാണ്. ഒരു പറമ്പൊരു കാട് തന്നെ ഉണ്ടാക്കാൻ, ഒരു ചെറിയൊരു കാട് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒരു ചെടി വലിച്ചാൽ ഒരു 10 ചെടി വെക്കണമെന്നല്ലേ. ഞങ്ങൾ നിറയെ അങ്ങോട്ട് വെക്കാൻ വെച്ചു. കുറേ ചെടി വലിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനെല്ലാം പെറുക്കി വെക്കാൻ. നല്ല ക്യാഷ്നട്ടിൻ്റെ മാങ്ങണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. നിറയെ മാങ്ങണ്ടിയുണ്ട്. പിന്നെ കണ്ടോ ഇങ്ങനെ വന്നിരിക്കുന്ന ചെടി, പിന്നെ കുറേ സീഡ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഞങ്ങൾ വെച്ച് ഞങ്ങളുടെ പറമ്പിൽ പോയിട്ടാണ് കേട്ടോ വെട്ടണത്. മീൻസ് പറമ്പ് പറഞ്ഞ ഒരു തോട്ടം അങ്ങനെ. അപ്പോൾ ഞാൻ അവിടെ വെട്ടുന്നുണ്ട്. നല്ല ശക്തിയായിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ വെച്ചത് മാങ്ങൻ്റെ അണ്ടിയല്ല, അത് ചെടി വന്നതാണ്. അത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിറയെ ചെടി വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു കാട്ടിൻ്റെ ഉള്ളിലാണ്, ഞങ്ങളൊരു കാട് തന്നെ ഉണ്ടാക്കട്ടെ എന്ന് വേണ്ടിയിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. കണ്ടോ നേരെ മണ്ണൊക്കെ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഭാവിയിലേക്ക് വേണ്ടിയിട്ടുള്ള മറ്റേതൊക്കെ വരണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വെക്കുന്നത്. ഇത് കാഷ്യൂനട്ടിൻ്റെയാണ് ചെടി. അത് എവിടെ നിന്നോ ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ വീട് എടുക്കല്ലേ വേണ്ട അതും കൂടെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ ഞാൻ നടുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, അത് കഴിഞ്ഞ് ഋതുവിൻ്റെ കൂടെയാണ്. ഋതുവും വയ്ക്കുന്നുണ്ട് കേട്ടോ. ഋതു വെട്ടുന്നുണ്ട്. അപ്പം ഞാനാണ് വയ്ക്കുന്നത്. ഒരു മാങ്ങണ്ടിയാണ്, നിറയെ മാങ്ങണ്ടിയാണ്. കഴിച്ചാൽ എടുത്ത് വയ്ക്കുക തന്നെ. കുറേ സീഡ്സ് ഈ ജൂൺ 5 എന്ന് പറഞ്ഞിട്ട് നല്ല ആകാംക്ഷയിൽ അങ്ങനെ ഫൈനലി ആയി. എല്ലാവരും ചെടി വെച്ചു വിചാരിക്കണം കേട്ടോ. അപ്പോൾ കണ്ടോ കുറേ മരം, ഞങ്ങളുടെ തോട്ടമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ മരമൊക്കെ വെട്ടിയതാണെങ്കിൽ പിന്നെ ഒരു മരം വേണമല്ലോ, അങ്ങനെയുള്ള ഇത്. അപ്പോൾ ഞാനും ഋതുവും എൻ്റെ ഫ്രണ്ട് ദാനും ഒക്കെ കൂടിയിട്ട് എല്ലാവരും വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. കണ്ടോ അവനും വെക്കുന്നുണ്ട്, എല്ലാവരും വെക്കുന്നുണ്ട്. അവസാനം എനിക്ക് കുഴിച്ചിട്ട് മതിയായപ്പോൾ ഞാൻ വിചാരിച്ചിട്ടോ. ലാസ്റ്റ് മാങ്ങണ്ടിയാണ് വരുന്നത്. കണ്ടോ നിറയെ ഉണ്ടായിരുന്നു മാങ്ങണ്ടി. അതായിരുന്നു നല്ല രസമായിരുന്നു.